പിന്നീട് യൂട്യൂബ് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ചാനൽ സേഫ് ആണ്. ഈ മാനേജർ ആക്സസ് ഉള്ള മെയിൽ ഐ ഡി അഥവാ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് കണ്ടാൽ യൂട്യൂബിന്റെ സൈഡിൽ ബഗ് വന്നതിന്റെ കാരണത്താലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യൂട്യൂബ് ചാനൽ ഹാക്കേഴ്സിൽ നിന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പിന്നീട് യൂട്യൂബ് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 ദിവസം മുമ്പ് ഒരു 2-3 കേസുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ചാനലിലും സെയിം ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂട്യൂബ് ചാനൽ നമ്മൾ നോർമൽ അക്കൗണ്ടിൽ നിന്ന് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇപ്പം കാണിക്കുന്നത് പോലെ നേരെ ഈ ഒരു സിസ്റ്റത്തിലേക്ക്, അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു സിറ്റുവേഷനിലേക്ക് അങ്ങോട്ട് ചേഞ്ച് ആയി സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സീന് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 ദിവസം മുമ്പ് ഒരാളെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞ ആ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ചാനൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ആ ചാനലിനും ഇതേപോലെ തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിവേ, നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീക്കിൽ യൂട്യൂബിൻ്റെ സൈഡിൽ എന്തോ ഒരു ബഗ് വന്നതാണ്, അതല്ലാതെ നമ്മളാരും ചെയ്യുന്നതിൽ ഒരു പ്രശ്നം സംഭവിച്ചതല്ല. യൂട്യൂബിൻ്റെ സൈഡിൽ ബഗ് വന്നതിൻ്റെ കാരണത്താലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിവേ, യൂട്യൂബ് ചാനൽ നമ്മൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ചാനൽ സേഫ് ആക്കി വെക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പറഞ്ഞു തരാം. യൂട്യൂബ് ചാനൽ നമ്മൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വൺസ് അഥവാ ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഹാക്ക് ചെയ്യപ്പെടുന്ന നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ചാനൽ സേഫ് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യത്തിൽ ഈ ഒരു വിഷയം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഓഫീസിൽ നമ്മളുടെ ചാനലുകൾ, നമ്മൾ ഒരുപാട് ചാനൽസ് ഉണ്ട്, ഈ ചാനലുകളെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ചാനലുകൾ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ എല്ലാ ചാനലുകളും ബ്രാൻഡ് അക്കൗണ്ട് ആയിരിക്കും. ബ്രാൻഡ് അക്കൗണ്ട് ആയതിനു ശേഷം നമുക്ക് ഓരോ മെയിലുകളുണ്ട്. അപ്പോൾ ഒരു മെയിൽ ഐ ഡി ഉണ്ട്. ഈ ഒരു മെയിൽ ഐ ഡിയിൽ എല്ലാ ചാനലുകളുടെയും പ്രൈമറി ഓണർ അതിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ മെയിൽ ഐ ഡി നമ്മൾ എവിടെയും ഓപ്പൺ ചെയ്യുന്നില്ല, അതായത് ഓഫീസിൽ യൂസിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഈ മെയിൽ ഐ ഡി തീരെ ലോഗിൻ ചെയ്യുന്നില്ല. രണ്ടാമതൊരു മെയിൽ ഐ ഡി ഉണ്ട്. ഈ മെയിൽ ഐ ഡിയിൽ നമ്മളുടെ എല്ലാ ചാനലുകളുടെയും ഒരു ഓണർ ആക്സസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ഓണർ ആക്സസ് ഉള്ള മെയിൽ ഐ ഡിയും നമ്മൾ ഇവിടെ ഓഫീസിൽ എവിടെയും യൂസ് ചെയ്യുന്നില്ല. ഇനി അഥവാ എൻ്റെ ഫോണിൽ പോലും ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നില്ല. ഈ 2 മെയിൽ ഐ ഡികളും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി മൂന്നാമതൊരു മെയിൽ ഐ ഡി ഉണ്ട്. ഈ മൂന്നാമത്തുള്ള മെയിൽ ഐ ഡി എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിൻ്റെ എല്ലാ ചാനൽസിൻ്റെയും ഒരു മാനേജർ ആക്സസ് ഉള്ള മെയിൽ ഐ ഡി ആണ്. ഈ മാനേജർ ആക്സസ് ഉള്ള മെയിൽ ഐ ഡി നമ്മൾ ഓഫീസിൽ എല്ലാ സിസ്റ്റത്തിലും, ഓഫീസിൽ പലതും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ടാവും, അങ്ങനെ ഓരോ പർപ്പസുകളായിരിക്കും. ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓരോ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഒരു മാനേജർ ആക്സസ് ഉള്ള മെയിൽ ഐ ഡി ആണ് എല്ലാ ചാനലുകളും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റത്തിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈവൻ എൻ്റെ ഫോണിലടിക്ക് നമ്മൾ ആ ഒരു മെയിൽ ഐ ഡി ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഡിസൈനേഴ്സ് ആയാലും എഡിറ്റേഴ്സ് ആയാലും അവർക്ക് എന്തെങ്കിലും എലമെൻസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യും. ഇനി അതേപോലെ പല വെബ്സൈറ്റുകൾ നമ്മൾ പോകുന്നുണ്ടാവും, അതേപോലെ നമുക്ക് വാട്സപ്പിൽ പല മെസ്സേജ് വരുന്നുണ്ടാവും, പല ലിങ്കുകൾ വരുന്നുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അറിയാതെ നമ്മൾ എന്തിലെങ്കിലും പെട്ടിട്ട് നമ്മളുടെ മെയിൽ ഐ ഡി അഥവാ ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ചാനലിന് ഒരു ഇഷ്യൂവും സംഭവിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണ് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിന് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ വേറെ സെപ്പറേറ്റ് മെയിലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കൊക്കെ ആക്സസുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പം നമ്മളുടെ ഒരു മെയിൽ ഐ ഡി, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൽ ഐ ഡി, ആ മെയിൽ ഐ ഡി വൺസ് അഥവാ ഹാക്ക് ചെയ്യപ്പെട്ടാൽ
ഹാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അനദർ മെയിൽ ഐ ഡി ഉണ്ട്, അതായത് പ്രൈമറി ഓണർ ഉള്ള ഒരു മെയിൽ ഐ ഡി ഉണ്ട്, അതേപോലെ ഓണർ ഉള്ള ഒരു വേറൊരു മെയിൽ ഐ ഡി ഉണ്ട്. ഈ മാനേജർ ആക്സസ് ഉള്ള മെയിൽ ഐ ഡി അഥവാ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രൈമറി ഓണർ ഉള്ള ആക്സസ് ഉള്ള ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ ചാനലിൻ്റെ പെർമിഷൻ സെക്ഷനിലേക്ക് പോകുന്നു, നേരെ നിങ്ങൾ ഈ മാനേജർ ഐ ഡി ഉള്ള മാനേജർ ആക്സസ് ഉള്ള മെയിൽ ഐ ഡിയുടെ ആക്സസ് റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ചാനൽ സേഫാണ്. അതേ സ്ഥാനത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരു ബ്രാൻഡ് അക്കൗണ്ട് ഒന്നും അല്ല, നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് പണി കിട്ടുന്നത്? ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ആക്കേണ്ട ആവശ്യം എന്തിനാണ്, ഇത്രയൊക്കെ നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ആക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചാനൽ ഒരു നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പെർമിഷൻ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഓണർ. ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുതിയ ആക്സസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാനേജർ എന്നുള്ള ഓപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ വൺസ് അഥവാ ഒരു മാനേജറെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ മാനേജർക്ക് കൊടുത്തു, നിങ്ങൾക്ക് ആ മാനേജർ എന്നുള്ള ആക്സസ് കിട്ടിയിട്ടുള്ള ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് അവൈലബിൾ അല്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ മാനേജറും ബ്രാൻഡ് അക്കൗണ്ടിലുള്ള മാനേജറും തമ്മിൽ മാറ്റമുണ്ട്. അതായത് നോർമൽ അക്കൗണ്ടിലുള്ള മാനേജറിനെക്കാട്ടിലും കൂടുതൽ ഫീച്ചേഴ്സ് ബ്രാൻഡ് അക്കൗണ്ടിലുള്ള മാനേജർ എന്ന സെക്ഷനിൽ കിട്ടുന്നുണ്ട്. ഇനി നോർമൽ അക്കൗണ്ടിൽ തന്നെ ഒരു ഓണർ, ഒരു മാനേജർ, രണ്ട് മാനേജറൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. അതേ സ്ഥാനത്ത് ഒരു ഓണർ മാത്രമേ പറ്റുന്നുള്ളൂ. ബ്രാൻഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈമറി ഓണർ സെറ്റ് ചെയ്യാം. പ്രൈമറി ഓണർ ഒന്ന് മാത്രമേ പറ്റുന്നുള്ളൂ. ഓണർ ആയിട്ട് എത്രയും സെറ്റ് ചെയ്യാം, ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരുപാടൊന്നും നിങ്ങൾ ചെയ്തു വെക്കരുത്. നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള മെയിൽ ഐ ഡികൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് മാനേജറായിട്ടും ഒരുപാട് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ മാനേജറായിട്ടും ഒരുപാട് ചെയ്യാൻ പറ്റും. നോർമലി മാനേജർ എന്നുള്ള സിസ്റ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊക്കെ ഇവിടെ സിസ്റ്റം മാനേജ് ചെയ്തു പോകുന്നത്. എന്തായാലും നിങ്ങളോട് അറിയിക്കാനുള്ളത്, നിങ്ങൾ ഈ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക്, ഏത് ചാനലായിരിക്കോട്ടെ, ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കുക. നമ്മളുടെ ചാനൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ ചാനൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നേരം വൺസ് അഥവാ ഹാക്ക് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? എത്രമാത്രം സങ്കടം ഉണ്ടാവും നമുക്ക് ഈ ഒരു പ്രയാസം വന്ന് കഴിയുന്നേരം. ഒരു ചാനൽ വളർത്തിയെടുക്കാൻ ഒരുപാട് റിസ്ക്കാണ്. ആ റിസ്കിൽ നിന്ന് ആ സമയത്ത് ഒരു ഇഷ്യൂ വരുമ്പോൾ എത്ര പ്രയാസം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ആക്സസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ഞാൻ ഈ ഒരു 2-3 months ബിഫോർ ഒരു പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വയനാടുള്ള ആളാണ്. ആൾ വിളിച്ച സമയത്ത് ആളോട് ബ്രാൻഡ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് ബ്രാൻഡ് അക്കൗണ്ട് ചേഞ്ച് ചെയ്തു. 1 വീക്ക് കഴിഞ്ഞ ഓർ 2 വീക്ക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് എന്നോട് വലിയ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് കൊണ്ട് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഹാക്ക് ചെയ്യപ്പെടുന്നത് കണ്ട്, അതായത് മെയിലിൻ്റെ ആക്സസ് ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നെ അയാൾ ലോഗിൻ ചെയ്യുന്നവരെ പാസ്വേഡ് ചേഞ്ച് ഇട്ട്, എന്നിട്ട് നമ്മൾ പിന്നെ ഫോർവേഡ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ സെക്യൂരിറ്റി നമ്മളുടെ നമ്പർ കൊടുക്കുന്നുണ്ടാവും. ഈ നമ്പറൊക്കെ ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അഥവാ മെയിൽ പെട്ടെന്ന് തന്നെ അവർ ഹാക്കേഴ്സ് അതിൻ്റെ സെക്കൻഡറി നമ്പറുകളും അതുപോലെ വെരിഫിക്കേഷനുള്ള കോഡ് പോകാനുള്ള നമ്പറും ഇതെല്ലാം ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ചാനൽ സേഫ് ആക്കാൻ ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അന്ന് ബ്രാൻഡ് അക്കൗണ്ടിലാക്കിയപ്പോൾ വേറൊരു മെയിലിലേക്ക് ആക്സസ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പുള്ളിക്കാരന് പെട്ടെന്ന് തന്നെ വേറൊരു ഫോണിൽ നിന്ന് വേറെ മറ്റൊരു മെയിലിലേക്ക് ലോഗിൻ ചെയ്ത് ആ മെയിലിൽ നിന്ന് മറ്റേ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ജിമെയിലുള്ള ആ മെയിൽ ഐ ഡിയുടെ ആക്സസ് റിമൂവ് ചെയ്തു. ഇങ്ങനെ ചാനൽ സേഫ് ആക്കി എടുത്തതാണ്. ഇനി നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ഒരു പ്രയാസത്തിൽപ്പെടരുത്. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തു വെക്കുക, അങ്ങനെ സേഫ് ആക്കി യൂസ് ചെയ്യുക. ഇങ്ങനെ സേഫ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. താഴെ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ റീപ്ലൈ ചെയ്യും. ഓരോ കമൻറ്റുകൾക്കും നിങ്ങളുടെ ഡൗട്ടുകളാണെങ്കിൽ ഡൗട്ടുകൾ റീപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ്. എനിവേ, മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്